ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു എക്സൽ മാത്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് എക്സസൈസിന്റെ 2 പ്രോബ്ലം ചെയ്തു അല്ലേ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 given in page number 12. Draw a circle and a triangle with one vertex at the center of the circle and the other two on the circle. Draw another triangle of the same area with all three vertices on the circle. അല്ലേ, ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഡ്രോ എ സർക്കിൾ, ഒരു സർക്കിൾ വരയ്ക്കണം ആദ്യം. നമുക്ക് അപ്പൊ ഒരു പോയിന്റ് എടുത്ത് ആദ്യം നമ്മൾ കോമ്പസിൽ ഒരു സർക്കിൾ വരയ്ക്കും. ഓക്കെ, ഇങ്ങനെ സർക്കിള് വരയ്ക്കണം. ആ സർക്കിളിന്റെ സെന്ററിൽ ആയിരിക്കണം ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് വരാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് ടോപ്പ് വെർട്ടെക്സ് ആക്കി എടുത്തുകൊണ്ട് പിന്നെ ട്രയാങ്കിളിന്റെ മറ്റു 2 വെർട്ടെക്സ് എവിടെ വരണം? സർക്കിളിൽ വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു കോഡ് വരയ്ക്കും. ഇതിന്റെ മെഷർമെന്റ് ഒന്നും തന്നിട്ടില്ല, ട്രയാങ്കിൾ എത്ര സെന്റിമീറ്റർ വേണമെന്നൊന്നും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ഈ കോഡിന്റെ 2 എൻഡ്, അതായത് കോഡ് വരയ്ക്കാൻ എന്താ, ആ ലൈൻ സെഗ്മെന്റിന്റെ 2 എൻഡും സർക്കിളിലും ആയിരിക്കണം. പക്ഷെ അത് മിഡ് പോയിന്റ് കൂടി പോകരുത് അല്ലെ. അപ്പൊ നമ്മുടെ ട്രയാങ്കിൾ നമ്മൾ ജോയിൻ ചെയ്യാണ് ഇങ്ങനെ. ഇപ്പൊ തേർഡ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞ ടോപ്പ് വെർട്ടെക്സ് കൊടുത്ത് ഇത് ABC എന്ന് പേര് കൊടുത്തു. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതേ ഏരിയ ഉള്ള ഇതുപോലെ തന്നെ ഇനി ടോപ്പ് വെർട്ടെക്സ് ഈ സർക്കിളിന്റെ അകത്ത് വരണം, അതായത് സർക്കിളിൽ വരണം, ഇതായിരിക്കരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ കോഡിന് പാരലൽ ആയിട്ട് ഇതിൽ കൂടി പോകുന്ന ഒരു ലൈൻ വരയ്ക്കണം. നമ്മൾ സെറ്റ് സ്ക്വയറും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇതിൽ കൂടി പോകുന്ന ഒരു പാരലൽ ലൈൻ ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഈ പാരലൽ ലൈനും ഈ സർക്കിളും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതെന്ത് ചെയ്തു? അവിടെ നമ്മൾ ടോപ്പ് വെർട്ടെക്സ് മാർക്ക് ചെയ്യും. അവിടെ ഇവിടെ ഇപ്പൊ ഇതാണ് പോയിന്റ് എങ്കിൽ ഇത് D എന്ന് കൊടുത്തിട്ട് ഇനി അവിടേക്ക് നമ്മൾ ഇത് ജോയിൻ ചെയ്യും. കണ്ടോ? ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ട്രയാങ്കിൾ ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിന്റെ മിഡ് പോയിന്റ് ട്രയാങ്കിളിലെ തേർഡ് വെർട്ടെക്സ് ആക്കി എടുത്തുകൊണ്ട് ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ആ ട്രയാങ്കിളിന്റെ അതേ ഏരിയയിൽ അടുത്ത ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വരച്ച ട്രയാങ്കിളിന്റെ ബേസ് ABക്ക് പാരലൽ ആയിട്ട് C കൂടി പാസ് ചെയ്യുന്ന ഒരു പാരലൽ ലൈൻ വരച്ചു. എന്നിട്ട് ആ പാരലൽ ലൈൻ സർക്കിളിൽ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് അവിടെ അടുത്ത ടോപ്പ് വെർട്ടെക്സ് ആക്കി മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ AB ആ ടോപ്പ് വെർട്ടെക്സിലേക്ക് ജോയിൻ ചെയ്തു. എയിൽ നിന്ന് Dയിലേക്ക് മാർക്ക് ചെയ്തു, Bയിൽ നിന്ന് Dയിലേക്ക് മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് അടുത്ത ട്രയാങ്കിൾ കിട്ടി. ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ സെയിം ആയിരിക്കും. നമ്മളിപ്പോ ഇവിടെ എന്തുകൊണ്ടാണ് ഒരു പാരലൽ ലൈൻ ഇങ്ങനെ വരച്ചത്? ഈ ബേസിന് പാരലൽ ആയിട്ട് ടോപ്പ് വെർട്ടെക്സ് കൂടി പോയാൽ മാത്രമാണ് നമുക്ക് അടുത്ത ടോപ്പ് വെർട്ടെക്സ് ആ സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിച്ച് അടുത്ത വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ ടോപ്പ് വെർട്ടെക്സ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും കൊണ്ടേ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ട്രയാങ്കിളും ഒരേ ഏരിയ ആവില്ല. നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ഓൾ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ബേസ് ആൻഡ് ദ തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ് ഹാവ് സെയിം ഏരിയ. അങ്ങനെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ AB എന്ന ബേസിന് പാരലൽ ആയിട്ട് C കൂടി ഒരു പാരലൽ ലൈൻ വരച്ചു. ആ ലൈൻ സർക്കിളിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെ പോയിന്റ് മാർക്ക് ചെയ്ത് അടുത്ത ട്രയാങ്കിളിന്റെ ടോപ്പ് വെർട്ടെക്സ് ആക്കി എടുത്തു. ഓക്കെ, മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. How many different non-congruent triangles can you draw with 2 sides 8 cm and 6 cm and area 12 square centimeters? What if the area is to be 24 square centimeters? അതായത് നമുക്ക് ഇവിടെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്രയാ? 12 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഹാഫ് BH ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ സ്ക്വയർ. ഹാഫ് BH എന്നാണ് ഏരിയയുടെ ഫോർമുല. B എന്താ? ബേസും H ഹൈറ്റും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. ഇനി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഒരു സൈഡ് 8 സെന്റിമീറ്ററും മറ്റൊരു സൈഡ് 6 സെന്റിമീറ്ററും ആയിരിക്കണം. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഏരിയ 12 സെന്റിമീറ്ററും ആയിരിക്കണമെന്ന്. അതായത് നമ്മളിപ്പോ ബേസ് 8 സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ വേറൊരു സൈഡ് 6 സെന്റിമീറ്റർ ആയിട്ടാണ് വരയ്ക്കാൻ. അല്ലെങ്കിൽ ബേസ് 6 സെന്റിമീറ്റർ എടുക്കണമെങ്കിൽ ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആയിരിക്കണം. നമുക്കിപ്പോ ഇവിടെ ബേസ് 8 സെന്റിമീറ്റർ വെച്ച് അങ്ങനെ ചെയ്യാം. രണ്ടും വെച്ച് ചെയ്തു നോക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു സൈഡ് ബേസ് ആയിട്ട് എടുക്കുമ്പോൾ മറ്റേ സൈഡ് 6 സെന്റിമീറ്റർ ആയിരിക്കണം, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മളിവിടെ ബേസ് 8 സെന്റിമീറ്റർ എടുക്കുവാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഹൈറ്റ് എത്ര? ഹാഫ് B 8 സെന്റിമീറ്റർ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു H ഈക്വൽ ടു 12 സെന്റിമീറ്റർ സ്ക്വയർ. Therefore H ഈസ് ഈക്വൽ ടു, ഇത് ഇവിടെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ 4 വരുള്ളൂ. 4 ഇവിടെ താഴെ പോകുമ്പോൾ 12/4 എത്രയാ? 3 സെന്റിമീറ്റർ. ഹൈറ്റ് 3 സെന്റിമീറ്റർ ആണ്. അതായത് ഈ ഹൈറ്റ് 3 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ ടോപ്പ് വെർട്ടെക്സ് അല്ലെങ്കിൽ പാരലൽ ലൈൻ 3 സെന്റിമീറ്റർ അകലെയായിരിക്കണം.
ഈ ബേസിൽ നിന്ന്. അങ്ങനെയാണ് ഈ ഹൈറ്റ് 3 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വരയ്ക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ h 3 സെന്റിമീറ്റർ കിട്ടി, ബേസ് 8 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുവാണ്, ഒരു സൈഡ് 6 സെന്റിമീറ്റർ ആയിരിക്കണം അല്ലെ. അപ്പൊ ഞാൻ ആദ്യം ബേസ് 8 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇത് 0, ഇത് സോറി 0 അല്ല, OA 8 സെന്റിമീറ്റർ. ഇനി എന്താ വേണ്ടേ? ഹൈറ്റ് 3 സെന്റിമീറ്റർ. ഇവിടുന്ന് 3 സെന്റിമീറ്റർ അകലെ ഇതിനൊരു പാരലൽ ലൈൻ നമുക്ക് വരയ്ക്കണം. അതിന് സെറ്റ് സ്ക്വയർ എടുത്ത് ഇനി കൃത്യം 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്. അത് സ്കെയിലിൽ എടുക്കുമ്പോൾ അതുപോലെ നോക്കി വേണം വരയ്ക്കാൻ. ഇങ്ങനെ പാരലൽ ആയിട്ട് കൊണ്ടുപോയി ഒരു 3 സെന്റിമീറ്റർ അകലെ എത്തുമ്പോൾ ഒരു പാരലൽ ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? 3 സെന്റിമീറ്റർ. ഇത് 3 സെന്റിമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ഇനി എന്താ വേണ്ടേ? ഇത് സെന്റർ ആക്കിക്കൊണ്ട് നമ്മള് 6 സെന്റിമീറ്റർ നമുക്ക് അടുത്ത ട്രയാങ്കിള് ഒരു ഇത് വരയ്ക്കാൻ പോവാണ് നമ്മള്. ഓക്കെ, അപ്പൊ ആ ഇവിടെ കുത്തി നമ്മളൊരു സർക്കിൾ തന്നെ അങ്ങ് വരയ്ക്കും. ഈ സീറോയിൽ കുത്തി, ഈ ഓയിൽ കുത്തി 6 സെന്റിമീറ്റർ വരയ്ക്കുമ്പോൾ ഈ സർക്കിളിൽ എവിടെയാണ് അത് മീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. ഇനി ഞാൻ 6 സെന്റിമീറ്റർ ഒരു കോമ്പസിൽ എടുത്തിട്ട് ഈ ഓയിൽ കുത്തി സർക്കിൾ വരയ്ക്കും. ഞാനിപ്പോ ഓയിൽ കുത്തി കോമ്പസിൽ 6 സെന്റിമീറ്റർ അളന്നെടുത്ത് ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഈ സർക്കിള് ഈ പാരലൽ ലൈനിൽ എവിടെയാണോ കട്ട് ചെയ്യുന്നത് അവിടെ ഞാൻ മാർക്ക് ചെയ്ത് പോയിന്റ് മാർക്ക് ചെയ്യാണ്. അപ്പൊ ഇവിടെയും വന്നു, ഇവിടെയും വന്നു അല്ലെ. ഈ പോയിന്റ് ഞാൻ P എന്ന് പേര് കൊടുത്ത് ഇനി OP ജോയിൻ ചെയ്യും. OP, ഈ OP എന്ന് പറഞ്ഞാൽ എത്രയായി? 6 സെന്റിമീറ്റർ ആയി. ഇത് ഈ സർക്കിളിന്റെ റേഡിയസ് ആയിട്ടാണ് ഞാൻ 6 സെന്റിമീറ്റർ ഇട്ടത്. അതുകൊണ്ട് ഈ സർക്കിളിന്റെ എവിടേക്ക് വരച്ചാലും നമുക്ക് ആ 6 സെന്റിമീറ്റർ തന്നെ കിട്ടും. പക്ഷെ നമുക്ക് ഇതിന്റെ പാരലൽ ആയിട്ട് വേണം. നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഒരേ ഏരിയയുള്ള ട്രയാങ്കിൾസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബേസിന് പാരലൽ ആയിട്ട് ഒരു ടോപ്പ് വെർട്ടെക്സിൽ കൂടി പോണ ലൈൻ വരച്ചാലാണ് അതിന്റെ അകത്ത് അടുത്ത ടോപ്പ് വെർട്ടെക്സ് വന്നാലാണ് നമുക്ക് ഒരേ ഏരിയയുള്ള 2 ട്രയാങ്കിൾസ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പാരലൽ ലൈൻ 3 സെന്റിമീറ്റർ അകലത്തിൽ, ഹൈറ്റ് 3 സെന്റിമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. ആ ഹൈറ്റിന് അനുസരിച്ച് നമ്മൾ ഹൈറ്റ് 3 സെന്റിമീറ്റർ അകലത്തിൽ നമ്മൾ പാരലൽ ലൈൻ വരച്ചു. ആ പാരലൽ ലൈനിൽ ഈ സീറോയിൽ ഓയിൽ കുത്തി 6 സെന്റിമീറ്റർ എടുത്ത് നമ്മൾ സർക്കിൾ വരച്ച് മീറ്റ് ചെയ്ത് പാരലൽ ലൈനിൽ എവിടേക്കാണ് മീറ്റ് ചെയ്തത് ആ പോയിന്റ്സിനെ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ ഇനി ഈ Pയും Aയും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. കണ്ട, OAP എന്ന ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അതിന് പറഞ്ഞതുപോലെ തന്നെ ഒരു സൈഡ് 8 സെന്റിമീറ്റർ, മറ്റേ സൈഡ് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതേ ഏരിയ ഉള്ള അടുത്ത ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ബേസിന് ബേസ് ഏത് തന്നെയാ? OA എന്ന് പറഞ്ഞ ബേസ് തന്നെയാണ്. അതിന് നമ്മൾ ഇങ്ങോട്ട് വരച്ചാൽ മതി, ഈ പോയിന്റിലേക്ക് വരച്ചാൽ മതി. ഈ സർക്കിള് പാരലൽ ലൈനിൽ അടുത്ത് മീറ്റ് ചെയ്തേക്കുന്നത് ഈ പോയിന്റിലാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് വരയ്ക്കും. അത് എന്ത് ജോയിൻ ചെയ്യും? OQ ആൻഡ് OQ ആൻഡ് OA. അപ്പൊ ഈ 2 ട്രയാങ്കിളിന് ഒരേ ഏരിയ. നിങ്ങളിത് നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ അതേ മെഷർമെന്റ് എടുത്ത് വരയ്ക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ കാണുന്നത്. ഞാൻ വിസിബിൾ ആവാൻ വേണ്ടി കുറച്ച് വലുതാക്കി വരച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ കൃത്യ അളവെടുത്ത് എല്ലാം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫിഗർ കിട്ടും. ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ വരച്ചത് വെച്ച് നമുക്ക് 2 നോൺ കൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ് കിട്ടിയത് അല്ലെ. ട്രയാങ്കിൾ OAP ആൻഡ് ട്രയാങ്കിൾ OAQ. ഇത് രണ്ടുമാണ് നമുക്ക് ഈ മെഷർമെന്റിൽ വരയ്ക്കാൻ പറ്റുന്നത്. ഇനി ഈ പാർട്ടിൽ തന്നെ വേറൊരു ഇത് പറഞ്ഞിട്ടുണ്ട്, ഏരിയ 12 സെന്റിമീറ്റർ അല്ല 24 സെന്റിമീറ്റർ ആണെങ്കിൽ എന്താവും എന്നുള്ളത് അല്ലെ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ 24 സെന്റിമീറ്റർ ആയി കഴിഞ്ഞാൽ എന്തായി? നമ്മൾ ബേസ് ഇതുപോലെ തന്നെ ഹൈറ്റ് ബേസ് 8 സെന്റിമീറ്റർ കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതെല്ലാം മാറ്റിട്ട് ബാക്കി എത്ര വരും? അപ്പൊ ഹൈറ്റ് 24/4 എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആയി. അതായത്
ഇതിന്റെ ഹൈറ്റും അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഉള്ളത് 6 സെന്റിമീറ്റർ, അതായത് ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് തന്നെ ഓൾട്ടിറ്റ്യൂഡ് തന്നെ ഒരു സൈഡായി അല്ലെ ഈ ട്രയാങ്കിളിന്റെ. അപ്പോ അതിന്റെ അർത്ഥം എന്താ, നമുക്ക് ആ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കണ എങ്ങനെയാ, പെർപെൻഡിക്കുലർ ആയിട്ട്. നമ്മൾ എന്ത് ചെയ്യും, സ്കെയിൽ എടുത്ത് ആദ്യം 8 സെന്റിമീറ്റർ വരയ്ക്കും. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇവിടുന്ന് 6 സെന്റിമീറ്റർ അകലത്തില് ഒരു പാരലൽ ലൈൻ, എ ബിക്ക് പാരലൽ ആയിട്ട് 6 സെന്റിമീറ്റർ അകലത്തില് വരയ്ക്കണം അല്ലേ. അപ്പൊ അതിന് സെറ്റ് സ്ക്വയർ എടുത്തു, എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൃത്യം 6 സെന്റിമീറ്ററിന്റെ ഡിസ്റ്റൻസ് എത്തുമ്പോൾ നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കണം. ഒരു പാരലൽ ലൈൻ വരച്ചു. ഇനി എന്താ വേണ്ടേ, ഇനി ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നതും ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ടും 6 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് അത് ഇങ്ങനെ എയില് മിഡ് പോയിന്റിൽ വെർട്ടെക്സിൽ കുത്തി ഒരു 90 ഡിഗ്രി മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഈ പാരലൽ ലൈനിൽ എവിടെയാണ് അത് മീറ്റ് ചെയ്യണേ, അതായിരിക്കും ഈ ട്രയാങ്കിളിന്റെ ടോപ്പ് വെർട്ടെക്സ്. നമ്മൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ, ഹൈറ്റും 6 സെന്റിമീറ്റർ ആണ്, നമുക്ക് ഒരു സൈഡ് വരക്കേണ്ടിയിരുന്നത് 6 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഇവിടെയാണ് ആ പാരലൽ ലൈനിലെ പോയിന്റ് മീറ്റ് ചെയ്യുന്നത്. ഞാൻ അത് ജോയിൻ ചെയ്യാണ്. ഇത് സി എന്ന് പേര് കൊടുത്തു. ഇനി ബി സി ജോയിൻ ചെയ്യും. അപ്പൊ ട്രയാങ്കിൾ എ ബി സി, ഈ ABC ഈ മെഷർമെന്റിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ മാത്രമാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. Okay, so we are winding up today's class. Hope you all understood. See you soon in the next video. Till then, bye.